ഓഫീസ് എടുത്തിട്ട് ഞാൻ ഓഫീസ് വിട്ട്, അതുപോലെ തന്നെ വീഡിയോ പണിയാണെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിന്ന്, എൻ്റെ മെൻ്റലി ആണെങ്കിൽ എനിക്ക് നമ്മൾ മൊത്തത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ മെന്റലി അങ്ങ് ഡൗൺ ആയി പോകും. അത് ഞങ്ങളുടെ കോളേജിലെ നാടകം. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. പിന്നെ നല്ല ഇങ്ങനെ ഉയർച്ചയിൽ പോകുന്നു, കാഴ്ചക്കാർക്കൊന്നും തോന്നുകയല്ല. പക്ഷെ ഫുൾ ടൈം ഇവന്റെ കൂടെ അല്ല വീട്ടിൽ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇങ്ങനെ ആകെ ഡൗണായി ഇവനകത്ത് തന്നെ ഇരിക്കുന്നു, വീഡിയോ ചെയ്യുന്നില്ല. എവിടെയോ എന്തോ ഒരു തകരാറ്. വീഡിയോ ചെയ്യണ ദിവസം രാവിലെ ഞാൻ ചോദിക്കും, എടാ നീ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? ഇടാ, ഇന്നെന്തായാലും ഇടും. അല്ലെ ഇവന്റെ പ്രകൃതം അങ്ങനെ അല്ലായിരുന്നില്ല, എപ്പോഴും നല്ല ത്രസിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതം. തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയിട്ട് 4 തെങ്ങിന് തറയെടുത്തുകൂടെ? അപ്പോഴാണ് അല്ലെങ്കിൽ അന്നേരം ഞാനാണ് ഇവനോട് പറഞ്ഞ, എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ എന്തുവാ ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്തായാലും. മോനെ അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമാണ്. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുത്തെ ഓക്കെ ഗിവ് ഇറ്റ് ട്രൈ എന്ന രീതിക്ക് ഞാൻ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ത്രൂ ഒരു ആസ്ട്രോളജറിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടാ. സംശയമൊന്നുമില്ലല്ലേ? പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ പല്ലവി ഗാരു എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ, എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞ് അപ്പൊ തന്നെ എന്നോട് ചോദിച്ചതാണ്, ഫിനാൻഷ്യലി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു. എന്റെ പൊന്നണ്ണ, നേരുമാർഗത്തിൽ പണം ഉണ്ടാക്കി ഈ കാലത്ത് ഒരുത്തരന്റെ രക്ഷപ്പെട്ട ചരിത്രമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു. എന്റെ ആളെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായി ഞെട്ടിപ്പോയി ഞാൻ. കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കൂടാണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ. അതെന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എന്റെ ഫാമിലിക്ക് മാത്രം ക്ലോസ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞപ്പോ എനിക്ക് അതിലോട്ട് ഇത്തിരി വിശ്വാസം വന്നു. ഞാൻ പറഞ്ഞു എന്റെ പോലെ കൊള്ളാലോ. സമ്മതിച്ചിരിക്കുന്നു, ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്റെ പോലെ കൊള്ളാലോ സംഭവം, അടിപൊളി. അങ്ങനെ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 സൊല്യൂഷൻസ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാനും ഒരെണ്ണം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ 9 ദിവസം ഒരു കാര്യം ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സത്യം പറയാലോ ഗൈസ്, ലോൺ സാങ്ഷനായി. എന്താണെന്ന് അറിയത്തില്ല, ലോൺ സാങ്ഷനായി. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പി ആയി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ. ഇങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ ലാൻഡ് വാങ്ങേണ്ടത്, എപ്പോഴാണ് ഈ ഒരു വീട് ലോക്ക് ചെയ്യേണ്ടത്, അതിന്റെ എല്ലാം ഇതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ല എത്ര കമ്മീഷൻ തുക അറിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം ഏൽപ്പിക്കും. പേഴ്സണലി ഇൻവൈറ്റും ചെയ്ത് ഇതെല്ലാം ഈ വീഡിയോ പണി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോ വരത്തില്ല. അങ്ങനല്ല, പേഴ്സണൽ ഇവന്റ്സിനൊന്നും അവർ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് പേഴ്സണലി അവർ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവർ അടിപൊളിയായിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് എന്നോട് പറഞ്ഞു തന്നത്, നല്ല സൊല്യൂഷന് തന്ന്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ദാറ്റ് ഈസ് ത്രൂ പല്ലവി ഗാരു എന്നൊരു പെങ്കോച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് ഇട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, കാരണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചും അത് ത്രൂ ചെയ്യുവാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും തൽക്കാലം ഇത്രയും മതി. വരട്ടെ.